നമസ്കാരം. തമിഴ്നാട്ടിലെ ബി.ജെ.പി. പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ ബി.ജെ.പി. ഈ വർത്തമാനകാലത്ത് തമിഴ്നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഒരു കാലത്ത് വലിയ ചർച്ചയായി. കുപ്പസ്വാമി അണ്ണാമലൈ എന്ന പഴയ IPS ഉദ്യോഗസ്ഥൻ, അദ്ദേഹം IPSൽ നിന്ന് രാജിവെച്ച് പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിയ വ്യക്തിയാണ്. അദ്ദേഹം ബി.ജെ.പിയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹം വലിയ മാറ്റങ്ങളാണ് സത്യം പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ വരുത്തിയത്. മാത്രമല്ല, സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ കൃത്യമായി ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നതിൽ, അതുപോലെ തന്നെ DMK-യുടെ പല നയങ്ങളും ജനവിരുദ്ധ നയങ്ങളും തകർക്കുന്നതിലും അത് പരാജയപ്പെടുത്തുന്നതിലും അത് ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ ശ്രമിക്കുന്നതിലും ഒക്കെ തന്നെ വലിയ മുന്നേറ്റമാണ് BJP ഉണ്ടാക്കിയത്. അതായത് BJPക്ക് തീരെ വേരോട്ടം ഉണ്ടാകില്ല, ഈ ദ്രാവിഡ കക്ഷികളും ഒക്കെ തന്നെ ചേർന്നായിരിക്കും തമിഴ്നാട് ഭരിക്കുക, അവിടെ ഈ വീരാരാധനയിൽ അവിടുത്തെ തമിഴ് ജനത ആർക്ക് വേണമെങ്കിലും സിനിമാ നടനോ സിനിമാ നടിക്കോ ഒക്കെ വോട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ BJP വന്നതോടുകൂടി ആ വീരാരാധനയുടെ അംശം തന്നെ അവിടെ മാറി. യഥാർത്ഥ രാഷ്ട്രീയത്തെപ്പറ്റി അല്ലെങ്കിൽ DMK-യുടെ തട്ടുപൊളിപ്പൻ രാഷ്ട്രീയത്തെപ്പറ്റി, എല്ലാം തകർക്കുന്ന രാഷ്ട്രീയത്തെപ്പറ്റിയും AIADMK-യുടെ രാഷ്ട്രീയ പരാജയങ്ങളെ പറ്റിയും ഒക്കെ തന്നെ തമിഴ് ജനത സംസാരിച്ചു തുടങ്ങി, ചർച്ച ചെയ്തു തുടങ്ങി, മനസ്സിലാക്കി തുടങ്ങി എന്നതാണ് ഈ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നടനും സംവിധായകനും ഒക്കെയായ ശരത് കുമാറും രാധിക ശരത് കുമാറും അവർ ഭാര്യയും ഭർത്താവുമാണ്. അവർ താര ദമ്പതികളാണ്. ധാരാളം സിനിമകളിൽ വലിയ വേഷങ്ങൾ ചെയ്ത വ്യക്തിയാണ്. അഭിനയത്തിന് ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ച വ്യക്തിയാണ് ഈ ശരത് കുമാർ. അദ്ദേഹം BJP-യുടെ സെൻട്രൽ കമ്മിറ്റി ഓഫീസ് സന്ദർശിച്ച് നേതാക്കളെ കണ്ട് സംസാരിക്കുന്ന ഒരു ചിത്രം കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. ശരത് കുമാറും രാധിക ശരത് കുമാറും BJP-യിൽ എത്തുമോ എന്നുള്ളത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വലിയ ചർച്ചയായിരുന്നു. മാത്രമല്ല, DMK-യുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ തമിഴ് ജനത തിരിഞ്ഞു തുടങ്ങിയത് ഒക്കെ തന്നെ ജനങ്ങളെ പലപ്പോഴും അറിയിച്ചതും, അതുപോലെ ട്വീറ്റുകളിലൂടെയും അതുപോലെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയും ഒക്കെ ശരത് കുമാർ ജനങ്ങളുമായി സംവദിക്കുകയും ചെയ്തു. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും എന്നുള്ള ചില വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം BJP-ക്ക് ഒപ്പം, ദേശീയതയ്ക്കൊപ്പം അദ്ദേഹം ചേരുന്നതായുള്ള വാർത്തകളാണ് പിന്നീട് പുറത്തു വന്നത്. തീർച്ചയായിട്ടും BJP-ക്ക് അതൊരു ഊർജ്ജമാണ്. ശരത് കുമാറിനെ പോലെ ജനകീയനായ ഒരു നേതാവ്, ഇപ്പോൾ സിനിമാ നടനായിക്കോട്ടെ, സംവിധായകനായിക്കോട്ടെ, നടിയായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, പക്ഷേ അവർ ദേശീയതയുടെ ഭാഗമാകുന്നു. അവർ ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രധാനപ്പെട്ട തലങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. അവർക്ക് സ്ഥാനങ്ങൾ കിട്ടിയേക്കാം, അല്ലെങ്കിൽ അവർ സ്ഥാനമോഹികളാണ് എന്ന് പറഞ്ഞേക്കാം. എന്നാൽ പോലും ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയമായ നീക്കം അവർ നടത്തുന്നത് നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക്, ഇന്ത്യ ഭരിക്കുന്ന മുന്നണിക്ക് ഒരു കരുത്ത് തന്നെയാണ്. പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നിന്ന് അങ്ങനെ നേതാക്കളൊന്നും ഉയർന്നു വരില്ല. പൊൻ രാധാകൃഷ്ണനെ പോലെയോ അല്ലെങ്കിൽ വളരെ വിരലെണ്ണാവുന്ന രാഷ്ട്രീയ നേതാക്കൾ മാത്രമാണ് ഉയർന്നു വരുന്നത്. കുപ്പസ്വാമി അണ്ണാമലയെ പോലെ വളരെ കുറച്ച് നേതാക്കൾ, ശക്തരായ നേതാക്കളാണ് ഉയർന്നു വരുന്നത് എന്നുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെ ദേശീയതയ്ക്കൊപ്പം ചേരാൻ ആളുകൾ ഉണ്ട്, എല്ലാ മേഖലകളിലും പെട്ട ആളുകൾ ഉണ്ട്, രാഷ്ട്രീയ ബോധമുള്ളവരുണ്ട്, സാമൂഹ്യ ബോധമുള്ളവരുണ്ട്, ചിന്താശേഷിയുള്ളവരുണ്ട്, ജനങ്ങളെ നയിക്കാൻ പ്രാപ്തിയുള്ളവർ തമിഴ് ജനതയ്ക്കിടയിലുണ്ട് എന്ന സൂചന കൂടിയാണ് ശരത് കുമാറിന്റെ ഈ BJP ഓഫീസ് സന്ദർശനവും മറ്റ് ചർച്ചകളും ഒക്കെ തന്നെ. അദ്ദേഹത്തോടൊപ്പം നിരവധി BJP നേതാക്കൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ഔദ്യോഗികമായി പാർട്ടിയിൽ ചേർന്നോ എന്നുള്ള കാര്യം വ്യക്തമല്ല, സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ പോലും അദ്ദേഹവും കുടുംബവും രാധിക ശരത് കുമാറും ഒക്കെ തന്നെ, അതും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും ഒക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമാകും എന്നതിന്റെ ഒരു പ്രാഥമിക സൂചനയായിട്ട് വേണം ഇതിനെ കാണാൻ. തീർച്ചയായിട്ടും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കൃത്യമായ വേരോട്ടം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു 15 വർഷം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നത് സത്യമാണ്. അത് കൂടുതൽ ശക്തമാവുകയുള്ളൂ. കാരണം ഭരണത്തിലേറാൻ കാത്തിരുന്നത് എത്രയോ വർഷങ്ങളാണ്. പണ്ട് അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞതുപോലെ, ഒരിക്കൽ സൂര്യൻ ഉദിക്കുമ്പോൾ താമര വിടരും. അന്ന് 2 സീറ്റ് മാത്രം ലോക്സഭയിൽ ഉണ്ടായിരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവായ അടൽജി പറഞ്ഞത് അങ്ങനെയായിരുന്നു. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ല. അപ്പോൾ പിന്നെ തമിഴ്നാടെന്നോ കർണാടകയെന്നോ കേരളമെന്നോ ആന്ധ്രയെന്നോ സൗത്ത് ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങൾ BJP-ക്ക് ഒപ്പമല്ല എന്ന ആ പറച്ചിലൊക്കെ ഇനി മാറി വരും. ഇന്ത്യയൊട്ടാകെ പടർന്നു പിടിക്കുന്ന നിലവാരത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയും അനുബന്ധ പാർട്ടികളും ഒക്കെ തന്നെ എത്തും എന്നതിന്റെ ഒരു പ്രാഥമിക സൂചന കൂടിയായിട്ട് ശരത് കുമാറിന്റെ ഈ ഒരു നീക്കത്തെ കാണേണ്ടതുണ്ട്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.